മലപ്പുറത്തെ യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ 2 ലക്ഷത്തിന് മുകളിൽ വസീഫ് വിജയിക്കുമെന്നുള്ളതാണ്. കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുമുള്ള വിധിയെഴുത്താകുമ്പോൾ ഒരു വലിയ കടൽ പോലെ വോട്ടർമാർ 26-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തും. അവിടെ നിന്നും അവർ വസീഫിനെ പരാജയപ്പെടുത്തുക 2 ലക്ഷം വോട്ടിനായിരിക്കുമെന്നാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. ശ്യാം, ഇപ്പോഴും മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഈ മലപ്പുറം മണ്ഡലത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു വലിയ സ്വീകാര്യത ഈ നാടിനകത്തുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞൊരു തരംഗമുണ്ടെന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ യു ഡി എഫിനും ബി ജെ പിക്കും എതിരായ ഒരു ജനങ്ങളുടെ ഒരു വലിയ തരംഗം, ജനങ്ങളുടെ വലിയൊരു ഒരു നിലപാട് ഈ നാടിനകത്തുണ്ട്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴും യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ യു ഡി എഫ് വിജയിക്കും, വലിയ വോട്ടിന് വസീഫ് പരാജയപ്പെടും എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ കാണേണ്ടത് ഈ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം പറയുന്ന സമയത്തും ഈ നാട് വാരിയംകുന്നൻ്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വാരിയംകുന്നൻ ഉൾപ്പെടെയുള്ള 350-ലധികം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് പോലും നമുക്ക് യു ഡി എഫിൻ്റെ എം പിമാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഈ നാട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഈ കേരളത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ, ഈ നാടിനകത്തെ ഈ മലപ്പുറത്തെ ജനതയോടൊപ്പം നിൽക്കാൻ, ഈ നാടിനോടൊപ്പം നിൽക്കാൻ യു ഡി എഫിൻ്റെ എം പിമാർ തയ്യാറായിട്ടില്ല. അത് നിങ്ങൾ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണെന്നുള്ളതാണ് യു ഡി എഫിന്റെ വാദം. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ നാട് പ്രതിസന്ധിയിലായപ്പോൾ എന്ന് പറഞ്ഞത് കോവിഡ്, നിപ്പ, പ്രളയം ഉൾപ്പെടെയുള്ളവ ഈ നാടിനകത്ത് വന്നു. ആ ഘട്ടങ്ങൾ കേരളത്തിൽ വലിയ ജനങ്ങളാകെ ദുരിതത്തിൽ പോയ സമയത്ത് അവരെ സഹായിക്കാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഈ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ യു ഡി എഫിന്റെ എം പിമാർ കൂടെ നിന്നില്ല എന്നതാണ് ഒരു ഭാഗം. 2, മതന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള ആശങ്കയിലാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്ന് വലിയ ആശങ്കയിലേക്ക് ഈ നാട് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലൂടെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. ആ കോൺഗ്രസിനെ ഈ നാട് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെടുക്കും. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയതല്ലേ പല തവണ? എന്തുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്ന പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? ഈ നാടിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ നേതാക്കൾ, യൂത്ത് ലീഗിന്റെ തന്നെ, അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ, യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK ഫിറോസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു, ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസ് ആണ്. അതേസമയം ഞങ്ങൾ എടുത്ത നിലപാട്, ഞങ്ങൾ പ്രഖ്യാപിച്ച നിലപാട് എന്നത് പൗരത്വ ഭേദഗതി നിയമം എന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെ ഈ ഗവൺമെന്റ്, ഡിവൈഎഫ്ഐ, ഇടതുപക്ഷം, ഇവിടെ ഡിവൈഎഫ്ഐ അതിനെതിരായി കേസിന് പോയിട്ടുണ്ട്. ഈ സർക്കാർ ശക്തമായ നിലപാടെടുത്തു, അതിനെതിരെ കേസുമായി പോകുന്നു. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഒരു മിനിറ്റ് കൂടി നോക്കൂ. ഇവിടെ പൗരത്വ ഭേദഗതി നിയമവും ഇതിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് കഴിഞ്ഞ ഒരു മലപ്പുറത്തിന്റെയും ഈ കേരളത്തിന്റെയും ഈ രാജ്യത്തിന്റെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ഇടതുപക്ഷം ശക്തമായ പ്രതിരോധമാണ്, പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. എവിടെയായിരുന്നു ലീഗ്? എവിടെയായിരുന്നു കോൺഗ്രസ്? എന്തുകൊണ്ടാണ് ശക്തമായ ഒരു പ്രതിരോധം ഈ രാജ്യത്ത് ഇവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയാതിരിക്കുന്നത്? അത് കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ്. ബി ജെ പിക്ക് മുമ്പിൽ സ്വന്തം പതാകയും സ്വന്തം രാഷ്ട്രീയവും അടിയറവ് വെച്ച കോൺഗ്രസും അതിനോട് ചേർന്ന് തങ്ങളുടെ ഹരിത പതാക താഴെ വെച്ച മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതൃത്വവും ഈ നാടിനകത്ത് സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ അവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ നാടിനകത്തുള്ളത്.